സ്വാമി ഗംഗേശാനന്ദ കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം മടക്കി. സീൻ മഹസർ അടക്കം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നൽകും. സൂര്യ, ഈ കുറ്റപത്രം മടക്കാൻ മറ്റെന്തൊക്കെ കാരണങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? ലിബീഷ്, ഈ കുറ്റപത്രം കോടതി മടക്കി അയച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വാമി ഗംഗേശ് പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മടക്കിയത്. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് പേട്ട പോലീസായിരുന്നു. അന്ന് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ അത് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാരോപിച്ചാണ് കോടതി ഇപ്പോൾ കുറ്റപത്രം തിരിച്ചയച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ വിവാദമായ ഒരു സംഭവമായിരുന്നു ഇത്. 6 വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടിയെ സ്വാമി പീഡിപ്പിച്ചു എന്നതായിരുന്നു പെൺകുട്ടി ആദ്യം നൽകിയിരുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറ്റപത്രം അപൂർണം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ അത് കോടതി അതിലേക്കൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി കോടതി ഉള്ളതിൽ തീരുമാനങ്ങൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരുത്തി വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ഇതിനോടകം തന്നെ CBI പറഞ്ഞിട്ടുമുണ്ട്. 2017 മെയ് 19-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സ്വാമി ആക്രമിച്ച പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് ഗംഗേശാനന്ദ കഴിഞ്ഞിരുന്നത്. ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് സ്വാമി ആക്രമിച്ചതെന്നായിരുന്നു പെൺകുട്ടിയുടെ ആദ്യ മൊഴി. പക്ഷെ അതിനുശേഷം പെൺകുട്ടി മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാമി ലൈംഗിക അതിക്രമം നടത്തിയിട്ടില്ലെന്നും തന്റെ സുഹൃത്തായിരുന്ന അയ്യപ്പദാസ് അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നും പെൺകുട്ടി മൊഴി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു കുറ്റപത്രം കോടതിയെ സമർപ്പിച്ചത്. പക്ഷെ ഇത് അപൂർവം എന്ന് കാട്ടി വീണ്ടും അത് കുറ്റപത്രം തള്ളിക്കളയുമ്പോൾ ഈ കോടതി നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പരിശോധിച്ചതിന് ശേഷം വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുമെന്നൊരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.